ഇന്നീര് 5 മണിയായി. ഇന്നീര് 5 മണിയായെന്ന്. എന്നേക്ക് 5 മണിയായടാ. എന്നേക്ക് കറങ്ങാൻ പോണ്ടായ നമുക്ക്. ഇന്ന് ഇന്ന് ഇന്നീര് ചപ്പ 5 മണിയായി. എഴുന്നേക്ക് കറങ്ങാൻ പോണ്ടായ നമുക്ക്. ഉറങ്ങിയോ പിന്നെ? ചപ്പ 5 മണിയായടാ. അല്ലാത്തപ്പോ 5 മണിക്ക് നിൽക്കുന്നവനാ. ഇന്ന് വിളിച്ചപ്പോ അവന് എനിക്ക് കൊള്ളാറക്കം. രാവിലെ തന്നെ നല്ല ഉറക്കത്തിൽ കിടന്ന ഈശോപ്പിനെ വിളിച്ചുണർത്തി ഞങ്ങൾ കുടുംബമായിട്ടൊരു യാത്ര പോവുകയാണ്. ഞങ്ങളുടെ നാടായ തേവലക്കരയിൽ നിന്ന് ഏകദേശം 115 കിലോമീറ്റർ അപ്പുറമുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഹിൽ സ്റ്റേഷനായ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ ഏകദേശം 6 മണിക്ക് യാത്ര ആരംഭിച്ചു. ഏകദേശം 10 മണിയോടുകൂടി ഞങ്ങൾ ആദ്യത്തെ പൊന്മുടിയിലെ ഗേറ്റ് ക്രോസ് ചെയ്തു. അവിടെ നമുക്ക് പാസ് ഉണ്ടായിരുന്നു. 200 രൂപയായിരുന്നു ഞങ്ങൾക്ക് കാറിൻ്റെ പാസ്. അങ്ങനെ ഏകദേശം 10:30 ഞങ്ങൾ പൊന്മുടിയുടെ ടോപ്പ് സ്റ്റേഷനിലെത്തി. നിങ്ങൾക്ക് കാഴ്ചകൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പച്ചപ്പും അതേപോലെ നല്ല കോടമഞ്ഞും ചെറിയ വെയിലും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഒരുപാട് ഹെയർപിൻ വളവുകൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കുടുംബമായി എന്ന് പറയുമ്പോൾ ഞാനും ജോബിയും ഈശോപ്പനും കൂടാതെ പൊന്നൂരും നിക്സണും. പൊന്നൂൻ്റെയും നിക്സൻ്റെയും ഇതൊരു ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. ഈ വീഡിയോയുടെ പ്രത്യേകത എന്നു പറഞ്ഞാൽ ഇത് 2023 മെയ് മാസത്തെ വീഡിയോ ആണ്. എനിക്ക് ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യാനായിട്ടൊരു സമയം കിട്ടിയത്. എങ്കിലും മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നുവെങ്കിലും ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി എന്നുള്ള വിഷമം ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കോട മഞ്ഞ് വരാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. വന്നപ്പം ഹിൽ സ്റ്റേഷനിൽ കോടമഞ്ഞ് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പൊന്മുടി ഹിൽ സ്റ്റേഷൻ ഇറങ്ങിയ ഞങ്ങൾ പോയത് അതിന് താഴെ ഹിൽ സ്റ്റേഷന് താഴെയുള്ള കല്ലാർ മീൻമുട്ടി വാട്ടർഫാളിലേക്കാണ്. വാട്ടർഫാളിലേക്കും പ്രത്യേകം ടിക്കറ്റ് ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഈശോപ്പൻ വളരെ എൻജോയ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് 2 കിലോമീറ്റർ സംതിങ് നമുക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു വാട്ടർഫാളിലേക്ക്. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു വനപ്രദേശം പോലുള്ള ഏരിയയാണ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഒപ്പം നടക്കാനുണ്ടായിരുന്നു. നടന്ന് നല്ല രീതിയിൽ ഞങ്ങൾ കുഴഞ്ഞായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് നടന്ന് കയറി വന്ന് ഞങ്ങൾ കണ്ട കാഴ്ച ഇതാണ് കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾ. മെയ് മാസമായതിനാൽ മഴയുടെ സമയമൊന്നും അല്ലാത്തതുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ലായിരുന്നു. എങ്കിലും നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾസ് കണ്ടിറങ്ങിയ ഞങ്ങൾ താഴെ ഒരു കൊച്ചരുവി ഉണ്ടായിരുന്നു. നമുക്കവിടെ ജസ്റ്റ് വെള്ളത്തിൽ കളിക്കാനും എടുക്കാനും ഒക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റി. ഞങ്ങൾ ശരിക്കും ഒരു പ്ലാനിങ്ങോട് കൂടിയൊന്നും വന്നതല്ല. വെറുതെ ഇരുന്നപ്പോൾ ഒരു യാത്ര പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. എങ്കിലും ഒരു ദിവസത്തെ യാത്രയായിരുന്നെങ്കിലും വളരെ ഹിൽ സ്റ്റേഷനും അതേപോലെ സീ കോസ്റ്റും വെള്ളവും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു യാത്രയായിരുന്നു.